പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വിശാലേറ്റവും സ്നേഹം നിറഞ്ഞ ദൈവമക്കളെ, മാരാണത്തെ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്തു യേശുവിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒപ്പം തന്നെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ചേർത്ത് വെക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു പുതുവത്സര സന്ദേശമായിട്ട് ഞാൻ നല്ല ഇടയനാണ്. യോഹന്നാൻ്റെ സുവിശേഷം 10:1 മുതൽ 15 വരെ വാക്യങ്ങളിൽ നമ്മൾ കേട്ടു, ഞാൻ നല്ല ഇടയനാണ്. ഇടയൻ്റെ പ്രത്യേകതയെ നമ്മൾ മനസ്സിലാക്കി. നിതാന്ത ജാഗ്രതയുണ്ടായിരിക്കും, നിർഭയമായ ധീരതയുണ്ടായിരിക്കും, ആടുകളോടുള്ള ക്ഷമയോടുകൂടിയ സ്നേഹം ഉണ്ടായിരിക്കുമെന്നൊക്കെ നമ്മൾ കേട്ടു. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 19 മുതൽ വാക്യങ്ങൾ നമ്മൾ വായിച്ചു. നമ്മുടെ ജീവിതത്തിലെ തിന്മകൾ മാറ്റണമെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ആ ഭാഗത്തിൻ്റെ ബാക്കിയാണ്. നമുക്കൊന്ന് പ്രാർത്ഥിച്ച് ദൈവസന്നിധി നമുക്കൊന്ന് ഈ ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തോത്രം. ഹല്ലേലൂയ, ആരാധന യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. ഹല്ലേലൂയ യേശുവേ, യേശുവേ സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. ആരാധന, 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 ആരാധന. സ്തോത്രം കർത്താവേ, ഞങ്ങൾക്ക് ഈ ശുശ്രൂഷയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങളെ നയിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ, ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങൾ യഥാർത്ഥ ദൈവസ്നേഹം അനുഭവിച്ച് യേശുക്രിസ്തുവിൻ്റെ മക്കളായി ജീവിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാൽ നിറയ്ക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം മുതലാണ്. അതുകൊണ്ട് യേശു വീണ്ടും പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ. ഹല്ലേലൂയ. ഞാനാണ് ആടുകളുടെ വാതിൽ. സത്യമായി നമുക്ക് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്, സമാധാനത്തോടെ നമ്മുടെ വീട്ടിൽ നമുക്ക് പ്രവേശിക്കണമെങ്കിൽ, സമാധാനത്തോടെ നമുക്കൊരു കൂട്ടായ്മയിൽ പ്രവേശിക്കണമെങ്കിൽ, സമാധാനത്തോടെ നമുക്കൊരു ദേവാലയത്തിൽ നിൽക്കണമെങ്കിൽ, സമാധാനത്തോടെ ഈ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ, സമാധാനത്തോടെ ഒന്ന് മരിക്കണമെങ്കിൽ ഈ വാതിലിലൂടെ മാത്രമേ പ്രവേശിക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടിൽ സമാധാനമുണ്ടാകണമെങ്കിൽ നമ്മുടെ വീടിൻ്റെ വാതിൽ യേശു തുറക്കണം, യേശു അടയ്ക്കണം. അതുകൊണ്ട് യേശു ഇപ്രകാരം പറഞ്ഞു, ഞാനിതാ വാതിൽകൾ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവനോടുകൂടെ അത്താഴം കഴിക്കും. സമാധാനത്തോടുകൂടി ഒരു അത്താഴം കഴിക്കണമെങ്കിൽ, സമാധാനത്തോടെ ഒന്ന് കടന്നുറങ്ങണമെങ്കിൽ യേശുവാകുന്ന വാതിലിലൂടെ നമ്മൾ പ്രവേശിക്കണം. വാതിൽ തുറക്കുന്നത് യേശുവാണ്. ഹല്ലേലൂയ. അത് സത്യസത്യമായി പറയുകയാണ്, ആണയിട്ട് പറയുകയാണ്. ഞാനല്ലാതെ വേറൊരു വാതിലില്ല എന്ന് പറയും. പല വാതിലുകളും നമുക്കുണ്ട്, പല വാതിലുകളും നമ്മളെ ക്ഷണിക്കും. ഈ വഴി വാ, ഇത് വാതിലാണ്, ഈ വാതിലിലൂടെ പോയാലും സന്തോഷവും സമാധാനമുണ്ട് എന്ന് പറയും. ചില വാതിലുകളൊക്കെയാണ് ഞാൻ ഗലാത്യ ലേഖനത്തിൽ നിന്ന് പരിചയപ്പെടുത്തിയത്. പൗലോസിൽ എഴുതി വെച്ച ചില വാതിലുകളുണ്ടല്ലോ, ആ വാതിലൊക്കെ ഒരു വീട്ടിലൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾ പറയും, ഇന്ന വാതിലുണ്ട്, അവിടെ പോയി അവരെ കണ്ട് സംസാരിച്ചാൽ അവർ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീർക്കുമെന്ന്. അങ്ങനെ പല വാതിലുകളുണ്ട്. എന്നാൽ യേശു പറയുന്നു,
സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ. എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു. ആടുകൾ അവരെ ശ്രവിച്ചില്ല. എനിക്ക് മുമ്പേ വന്നവർ എന്ന് പറയുന്നത് സത്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുള്ള എല്ലാം കള്ളന്മാരും കവർച്ചക്കാരും എന്ന് പറഞ്ഞാൽ ആടുകളെ മോഷ്ടിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. 10-ാമത്തെ വാക്യം പറയുന്നു, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. മോഷ്ടിക്കുവാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീയതയെ തകർത്ത് നമ്മളെ ലൗകികന്മാരാക്കി ക്രിസ്തുവിൻ്റെ കയ്യിൽ നിന്ന് കട്ടുകൊണ്ടു പോകുവാനാണ് ഇവരൊക്കെ ഉദ്യമിച്ചത്. എന്നാൽ വലിയ ജാഗ്രതയോടെ ഉണർന്നിരിക്കുന്ന യേശു, വലിയ ധീരതയോടെ പ്രവർത്തിക്കുന്ന യേശു, ക്ഷമയോടുകൂടിയുള്ള സ്നേഹത്തോടെ നമ്മിൽ പ്രവർത്തിക്കുന്ന യേശു നമ്മളെ അതിൽ നിന്നെല്ലാം വിടുവിച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തെറ്റിപ്പോയവർക്കും 2024 വർഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെടുത്ത പ്രതിജ്ഞകൾ ഇതൊക്കെ തെറ്റിപ്പോയെങ്കിലും ക്ഷമയോടെ വീണ്ടും നമ്മളോട് സംസാരിക്കുകയാണ് യേശു. മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ വരുന്നത്. മോഷ്ടിക്കാനും കൊല്ലുവാനും നശിപ്പിക്കാനുമാണ്. എത്രയോ ആളുകൾ ഈ കഴിഞ്ഞ 2024 രക്ഷകനെ തിരിച്ചറിയാതെ മരിച്ചു. എത്രയോ ആളുകൾ ആത്മഹത്യ ചെയ്തു. എത്രയോ ആളുകൾ സാമ്പത്തിക കണിയിലായി. എത്രയോ ആളുകൾ മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിമകളായി. എത്രയോ ആളുകൾ പല വിധത്തിലുള്ള രോഗികളായി തീർന്നു. അവരെല്ലാം യേശുവിലേക്ക് വന്നാൽ, യേശുവിനെ സ്വീകരിച്ചാൽ പൂർണ്ണമായി മോചനമുണ്ട് എന്ന് ദൈവവചനം പറയുകയാണ്. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുകയാണ്. യേശു അതിനാണ് ലോകത്തേക്ക് വന്നത്. അതുകൊണ്ടാണ് ലൂക്കോസ് 2:40 പറഞ്ഞത്, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ശക്തനായി, ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേലുണ്ടായി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വലിയ വിശ്വാസത്തോടെ വലിയ സ്നേഹത്തോടെ നമ്മൾ ക്രിസ്തുവിൻ്റെ പിന്നാലെ ആയിരിക്കണം. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നുവെന്നാണ്. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ദൈവവചനം കേട്ട് ദൈവവചനത്തിൽ നിന്ന് ലഭിക്കുന്ന കൃപയിലൂടെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടും. അതാണ് എൻ്റെ സ്വരം കേട്ട് എൻ്റെ പിന്നാലെ വരുമെന്ന് പറയുന്നത്. വേദപുസ്തകത്തെ ഉപേക്ഷിച്ചു കൊണ്ടൊരു യാത്ര നമുക്ക് പൂർണ്ണമായും നല്ലതല്ല. കുറേ കാലത്തേക്കൊക്കെ നമുക്ക് ഐശ്വര്യവും സമാധാനവും ബുദ്ധിയും സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടാവും. പക്ഷേ അത് പൂർണ്ണമല്ല. അത് തക്ക സമയത്ത് നമ്മളെ നശിപ്പിച്ച് കളയും. അതുകൊണ്ട് പൂർണ്ണമായി ദൈവത്തിലേക്ക് അടുക്കുവാൻ, എൻ്റെയോ നിങ്ങളുടെയോ സ്വന്തം ബന്ധങ്ങളിൽപ്പെട്ടവരൊക്കെ ദൈവത്തോട് അടുക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരങ്ങളോ സ്വന്തം ബുദ്ധിയിലോ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ യേശുക്രിസ്തുവിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി നമ്മൾ നന്നായി പ്രാർത്ഥിക്കണം. കാര്യങ്ങൾ ലോകപ്രകാരം നന്നായി പോകുന്നു എന്നുള്ളത് കൊണ്ട് ജീവിതം പൂർണ്ണമാകുന്നില്ല. ജീവിതത്തിൻ്റെ വാർദ്ധക്യത്തിലേക്ക്, സായാഹ്നത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ജീവിതം വഷളായി പോകുന്നത്. കുഞ്ഞു 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 കാര്യങ്ങൾക്ക് പോലും ഇത്തരം ആളുകൾക്ക് ഭയങ്കര ഭയമായിരിക്കും, ഭയങ്കര ആകുലതയായിരിക്കും. ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്നവർക്ക് അവർ നിർഭയരായിരിക്കും.
അവർക്ക് ആകുലതയോ ഉത്കണ്ഠയൊന്നുമില്ല. അവർക്ക് ക്രിസ്തു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാനുള്ള തീഷ്ണതയുണ്ടാകും. ഒരിക്കലും വ്യഗ്രത ഉണ്ടാകുകയില്ല, ആകുലത ഉണ്ടാകുകയില്ല, അസ്വസ്ഥത ഉണ്ടാകുകയില്ല, എന്തു ചെയ്യുമെന്നുള്ള അങ്കലാപ്പുണ്ടാകുകയില്ല, ഏതു ചെയ്യുമെന്നുള്ള ദേഷ്യമുണ്ടാകുകയില്ല. മറ്റുള്ളവരെ നമ്മുടെ ഭാരത്തിലും പ്രയാസത്തിലൊക്കെ ഇരിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളെ ഉപദേശിക്കാനോ മറ്റുള്ളവർ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാമെന്നുമ്പോൾ പൊട്ടിത്തെറിക്കില്ല, ദേഷ്യപ്പെടില്ല. വളരെ സൗമ്യനും വളരെ ശാന്തനുമായി നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയും. സൗമ്യതയും ശാന്തതയൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമ്മൾ ക്രിസ്തുവിനാൽ നയിക്കപ്പെടുന്നതിൻ്റെ പൂർണ്ണതയിലേക്ക് ആയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, നാം ചിന്തിക്കേണ്ടത്, ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. അതാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്കെല്ലാം നൽവരങ്ങളും അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് നമ്മുടെ സമ്പത്തും നമ്മുടെ എല്ലാം പിടിച്ചെടുത്തിട്ട് അവസാനം ഇനി ഒന്നുമില്ല, ഇനി വേറൊന്നുമില്ല എന്ന് പറയുന്ന അനുഭവത്തിലേക്ക് മാറും. ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. അതിപ്പോൾ ജ്യോത്സ്യൻ്റെ അടുത്ത് പോയാലും പ്രശ്നക്കാരൻ്റെ അടുത്ത് പോയാലും ഡോക്ടറുടെ അടുത്ത് പോയാലും പ്രതിസന്ധി വരുമ്പോൾ അവർ ഒഴിഞ്ഞു മാറും, കൈവിട്ടു പോയി എന്ന് പറയും. അപ്പോൾ എല്ലാവർക്കും അവനിൽ തന്നെ ധൈര്യമുണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ. പക്ഷേ യേശു കൂടെയുള്ളവർ ഒരിക്കലും ഇട്ടിട്ട് ഓടിപ്പോകില്ല. യേശുവിനോട് കൂടെ, യേശു മുന്നിൽ നിന്നുകൊണ്ട് നയിക്കുന്നു, യേശുവിനോട് കൂടെ മുമ്പോട്ട് പോകുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് പോകുന്ന വ്യക്തിത്വങ്ങളാണോ നമ്മൾ ഈ കഴിഞ്ഞ 2024 വർഷത്തിൽ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബത്തിൽ, വ്യക്തിപരമായി, സഭയിൽ, എല്ലായിടത്തും, രാഷ്ട്രീയത്തിൽ, എവിടെയൊക്കെയാണോ നമ്മൾ പ്രവർത്തിക്കുന്നത് അവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടായപ്പോൾ ഇട്ടിട്ട് പോയവരാണോ എന്ന് പരിശോധിക്കുക. ഇട്ടിട്ട് പോയെങ്കിൽ നാം ചെന്നായി വരുന്നത് കണ്ടപ്പോൾ, എന്ന് പറഞ്ഞാൽ വലിയ പ്രതിസന്ധി നമ്മളെ ബാധിക്കുമെന്ന് കണ്ടപ്പോൾ നമ്മൾ ഒഴിവായിപ്പോയി. എന്നാൽ ചെന്നായി വരുന്നത് കണ്ടിട്ടും ചെന്നായെ തടുക്കുവാനുള്ള ധീരതയും നിർഭയത്വവും നമുക്കുണ്ടെങ്കിൽ, ജാഗ്രതയുണ്ടെങ്കിൽ, അത് ക്രിസ്തുവാണ് നമ്മളിലുള്ളത്. ക്രിസ്തു ഉണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞ ഈ 2024 നഷ്ടപ്പെട്ട എല്ലാം വീണ്ടെടുക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് കഴിഞ്ഞ 2024 നമ്മൾ പരിശോധിക്കുമ്പോൾ ഏതൊക്കെ മേഖലയിലാണോ നമ്മൾ പരാജയപ്പെട്ടതെന്ന് പരിശോധിക്കുക. 2025 കടക്കുമ്പോൾ യേശുവേ, അങ്ങൻ്റെ വാതിലായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ പ്രതിസന്ധികളെ അങ്ങ് തുറക്കണമേ. പിച്ചളവാതിലുകൾ തുറക്കുകയും ഓടാമ്പലുകൾ ഒക്കെ തകർത്ത്, താമ്രവാതിലുകൾ ഒക്കെ പൊട്ടിച്ചു കളഞ്ഞ് വഴി അകത്ത് കയറ്റുമെന്ന് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യേശുവാകുന്ന വാതിലിലൂടെ നമുക്ക് പ്രവേശിക്കുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ഭവനത്തിൻ്റെ വാതിൽ അങ്ങായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ജോലി ചെയ്യുന്നിടത്ത് എൻ്റെ വാതിൽ അങ്ങായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ അകത്തേക്ക് കടക്കുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും അങ്ങ് തന്നെയായിരിക്കണം എൻ്റെ വാതിൽ. ഞാൻ എവിടെ പോയാലും അങ്ങ് എനിക്ക് വാതിൽ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. 2024 പല ജോലിക്ക് ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു, ആ വാതിലൊന്നും എനിക്ക് തുറന്നില്ല. യേശുവേ, ഈ 2025 എൻ്റെ വാതിൽ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 2024 ഞാൻ പല പദ്ധതിയും വിഭാവനം ചെയ്തു. വീടിൻ്റെ പണി ആരംഭിച്ചു, മക്കളുടെ കല്യാണത്തെക്കുറിച്ച് ചിന്തിച്ചു. അങ്ങനെ ഒത്തിരി പല കാര്യങ്ങളും എൻ്റെ കുടുംബപരമായും വ്യക്തിപരമായും ഞാൻ ചിന്തിച്ചു.
പക്ഷേ ഒന്നും തുറന്നില്ല. യേശുവേ, ഈ 2025 അങ്ങ് വാതിൽ തുറക്കുന്നു എന്ന് ഞങ്ങൾ ഈ വചനത്തിലൂടെ ഞങ്ങൾ കേട്ടു. അടഞ്ഞ എൻ്റെ വാതിൽ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്നെക്കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ആകയാൽ നാഥ, കരുണ തോന്നണമേ, മനസ്സലിയണമേ. അങ്ങേക്കൂടാതെ ഞങ്ങൾ ചെയ്ത പല കാര്യങ്ങളും പൂർണ്ണമാകാൻ പറ്റിയില്ല. അവിടെ എവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റി എന്നുള്ളതല്ലാതെ ഈ 2024 ഒന്നും പൂർണ്ണതയിലെത്തിയില്ല. കർത്താവെ, പൂർണ്ണതയിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, യേശുവേ സ്തോത്രം.